ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PS ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 27 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 27 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ടാണ്. ഇതിന്റെ പാർട്ട് 2 ക്ലാസ് ആണ്. പാർട്ട് 1 ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നവോത്ഥാന നായകന്മാർ പാർട്ട് 2. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സർ സയ്യദ് അഹമ്മദ് ഖാനെ പറ്റിയാണ്. സർ സയ്യദ് അഹമ്മദ് ഖാൻ. സർ സയ്യദ് അഹമ്മദ് ഖാൻ ജനിച്ച വർഷം 1817 ആണ്. സർ സയ്യദ് അഹമ്മദ് ഖാൻ ജനിച്ച വർഷം എന്ന സുഹൃത്തുക്കളെ 1817 അദ്ദേഹത്തിന്റെ മരണം 1898 അപ്പോൾ സർ സയ്യദ് അഹമ്മദ് ഖാൻ മരിച്ചതെന്നാണ് 1898 അദ്ദേഹം ജനിച്ചത് 1817 സർ സയ്യദ് അഹമ്മദ് ഖാൻ ജനിച്ചത് ഡൽഹിയിലാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. സർ സയ്യദ് അഹമ്മദ് ഖാൻ ജനിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ടു കണ്ണുകളാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഒരുപാട് തവണ PS പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക, ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ടു കണ്ണുകളാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സർ സയ്യദ് അഹമ്മദ് ഖാൻ ജനിച്ചതെന്ന 1817 അദ്ദേഹത്തിന്റെ മരണം 1898 സർ സയ്യദ് അഹമ്മദ് ഖാൻ ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴത്തെ നമ്മുടെ ഡൽഹിയിലാണ്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിത്വം സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. പഠിക്കണം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ ഇവിടെ നിന്ന് പഠിക്കുവാനുള്ളത്? ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ടു കണ്ണുകളാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. പഠിക്കുക. മുസ്ലിം ജനതയുടെ ഉയർച്ചയ്ക്കായി ശാസ്ത്രബോധവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അത്യന്താപേക്ഷിതമാണ് എന്ന് ശക്തമായി വാദിച്ച നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. മുസ്ലിം ജനതയുടെ ഉയർച്ചയ്ക്ക് ശാസ്ത്രബോധവും അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അത്യന്താപേക്ഷിതമാണ് എന്ന് ശക്തമായി വാദിച്ച നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഉറുദു ഭാഷ ഔദ്യോഗികമാക്കുവാൻ ബ്രിട്ടീഷ് സർക്കാരിനോട് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഉറുദു ഭാഷ ഔദ്യോഗികമാക്കുവാൻ ബ്രിട്ടീഷ് സർക്കാരിനോട് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. പഠിക്കുക. ഗ്രന്ഥങ്ങളിലെ ആളുകളുടെ പ്രജകളാകാതെ ഹിന്ദുക്കളുടെ പ്രജകളാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഗ്രന്ഥങ്ങളിലെ ആളുകളുടെ പ്രജകളാകാതെ ഹിന്ദുക്കളുടെ പ്രജകളാകാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ചോദിച്ചാൽ അത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മുസ്ലിം ജനതയുടെ ഉയർച്ചയ്ക്കായി ശാസ്ത്രബോധവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അത്യന്താപേക്ഷിതമാണ് എന്ന് ശക്തമായി വാദിച്ച നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഉറുദു ഭാഷ ഔദ്യോഗികമാക്കുവാൻ ബ്രിട്ടീഷ് സർക്കാരിനോട് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഗ്രന്ഥങ്ങളിലെ ആളുകളുടെ പ്രജകളാകാതെ ഹിന്ദുക്കളുടെ പ്രജകളാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. പഠിക്കുക. 1869 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ നേടിയ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 1869 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ നേടിയ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. 1875 അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഏറ്റവും കൂടുതൽ PS പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളെ സുഹൃത്തുക്കളെ. 1875 അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായ വർഷം 1920 ഏകദേശം 7ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. പഠിക്കുക. മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായ വർഷം ചോദിച്ചാൽ അത് 1920 പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 1869 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ നേടിയ സാമൂഹിക പരിഷ്കർത്താവ്
സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. 1875 അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായ വർഷം 1920 പഠിക്കുക. 1887 ലോർഡ് ഡഫറിൻ സർ സയ്യദ് അഹമ്മദ് ഖാനെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അതുകൂടെ ഒന്ന് പഠിച്ചോളണേ. 1887 ലോർഡ് ഡഫറിൻ സർ സയ്യദ് അഹമ്മദ് ഖാനെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. പഠിക്കുക. സർ സയ്യദ് അഹമ്മദ് ഖാന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് താസീബ് അൽ അഖ്ലാഖ്. പഠിച്ചോളനെ. സർ സയ്യദ് അഹമ്മദ് ഖാന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം ഏതാണ്? താസീബ് അൽ അഖ്ലാഖ് എന്നുള്ളതാണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 1887 ലോർഡ് ഡഫറിൻ സർ സയ്യദ് അഹമ്മദ് ഖാനെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടനയെ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. സർ സയ്യദ് അഹമ്മദ് ഖാന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ഏതൊക്കെയാ? താസിബ് അൽ അഖ്ലാഖ്. പുസ്തകത്തിന്റെ പേരെന്താ? താസിബ് അൽ അഖ്ലാഖ് എന്നാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് അലിഗഡ് പ്രസ്ഥാനം അല്ലെങ്കിൽ അലിഗഡ് സൊസൈറ്റി. അലിഗഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാലും അലിഗഡ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അലിഗഡ് പ്രസ്ഥാന സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് സയ്യദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാന സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകർ എന്നറിയപ്പെടുന്നത് ചിരാഗ് അലിയും അതുപോലെ നാസിർ അഹമ്മദുമാണ്. ഇത് രണ്ട് വ്യക്തിത്വങ്ങളുടെ പേരും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടേ. അതുകൊണ്ട് പഠിച്ചോളണേ. ഇമ്പോർട്ടന്റ് ആണ്. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകർ എന്നറിയപ്പെടുന്നത് ചിരാഗ് അലിയും അതുപോലെ നാസിർ അഹമ്മദുമാണ്. അലിഗഡ് കോളേജ് ആരംഭിച്ച വർഷം 1877. അലിഗഡ് കോളേജ് ആരംഭിച്ച വർഷം 1877. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായ വർഷം 1920 ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും നമുക്ക് ഒന്നുകൂടി പറയാം. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായ വർഷം 1920 ആണ്. അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അലിഗഡ് സൊസൈറ്റി അല്ലെങ്കിൽ അലിഗഡ് പ്രസ്ഥാനത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അലിഗഡ് പ്രസ്ഥാന സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകർ എന്നറിയപ്പെടുന്നത് ചിരാഗ് അലിയും അതുപോലെ നാസിർ അഹമ്മദുമാണ്. അലിഗഡ് കോളേജ് ആരംഭിച്ച വർഷം 1877. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായ വർഷം 1920. അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള വ്യക്തിത്വമാണ് ആനി ബെസന്റ്. ആരാണ്? ആനി ബെസന്റ്. ആനി ബെസന്റിന്റെ ജനനം 1847 ആനി ബെസന്റിന്റെ ജനനം 1847 ആനി ബെസന്റിന്റെ മരണം 1933 ആനി ബെസന്റിന്റെ മരണം എന്നായിരുന്നു? 1933 ആനി ബെസന്റിന്റെ ജന്മസ്ഥലം ലണ്ടൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചോളനെ. ആനി ബെസന്റിന്റെ ജന്മസ്ഥലം എവിടെയാ? ലണ്ടൻ ആണ്. ആനി ബെസന്റിന്റെ യഥാർത്ഥ നാമം ചോദിച്ചാൽ അത് ആനി വുഡ് എന്നാണ്. ആനി ബെസന്റ് യഥാർത്ഥ നാമം എന്താ സുഹൃത്തുക്കളെ? ആനി വുഡ് എന്നാണ്. ദക്ഷിണേന്ത്യ കേന്ദ്രമാക്കി പ്രവർത്തിച്ച നവോത്ഥാന നായിക എന്നറിയപ്പെടുന്നത് ആനി ബെസന്റ് ആണ്. ദക്ഷിണേന്ത്യ കേന്ദ്രമാക്കി പ്രവർത്തിച്ച നവോത്ഥാന നായിക എന്നറിയപ്പെടുന്നത് ആനി ബെസന്റ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് പറയാം ആനി ബെസന്റ് പ്രധാനമായിട്ടും പ്രവർത്തിച്ചിരുന്ന മേഖല എവിടെയെന്ന് ചോദിച്ചാൽ ദക്ഷിണേന്ത്യ കേന്ദ്രമാക്കിയായിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ വ്യക്തിത്വം ആനി ബെസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി ബെസന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ആനി ബെസന്റ്. വർഷം എത്രയാ? 1917 കൊൽക്കത്ത INC സമ്മേളനം. ഇത് മൊത്തത്തിൽ അങ്ങ് പഠിച്ചോളനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു ആനി ബെസന്റ്. ഏത് വർഷമാണ് അവർ INCയുടെ പ്രസിഡന്റ് ആയത്? 1917 കൊൽക്കത്ത INC സമ്മേളനത്തിൽ വെച്ചായിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ആനി ബെസന്റിന്റെ ജനനം 1847 ആനി ബെസന്റ് മരിച്ചത് 1933 ആനി ബെസന്റിന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് ലണ്ടൻ ആണ്. ആനി ബെസന്റിന്റെ യഥാർത്ഥ നാമം ചോദിച്ചാൽ ആനി വുഡ് എന്നാണ്.
ആനി ബസന്റ് ദക്ഷിണേന്ത്യ കേന്ദ്രമാക്കി പ്രവർത്തിച്ച നവോത്ഥാന നായികയായിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ വ്യക്തിത്വം ആനി ബസന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ്. ഏതു വർഷത്തെ INC സമ്മേളനത്തിലായിരുന്നു ചോദിച്ചാൽ 1917 കൊൽക്കത്ത INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? നമ്മുടെ ആനി ബസന്റ്. പഠിക്കുക. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായിക ആനി ബസന്റ്. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായിക ആനി ബസന്റ് ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ചുവട് പിടിച്ച് ഇംഗ്ലണ്ടിന്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണ് എന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ട നവോത്ഥാന നായിക ആനി ബസന്റ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിന്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണ് എന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ട വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ് പ്രസിദ്ധീകരിച്ച പത്രമാണ് ന്യൂ ഇന്ത്യ പത്രം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ആനി ബസന്റ് പ്രസിദ്ധീകരിച്ച പത്രം ന്യൂ ഇന്ത്യ പത്രം. ആനി ബസന്റ് പത്രാധിപരായി പ്രവർത്തിച്ചിരുന്ന പത്രം ചോദിച്ചാൽ അത് കോമൺവീൽ ആണ്. തമ്മിൽ തിരിഞ്ഞു പോവല്ലേ. ആനി ബസന്റ് പ്രസിദ്ധീകരിച്ച പത്രമേന്ന് ചോദിച്ചാൽ അത് ന്യൂ ഇന്ത്യ പത്രവും ആനി ബസന്റ് പത്രാധിപരായി പ്രവർത്തിച്ചിരുന്ന പത്രമേന്ന് ചോദിച്ചാൽ അത് കോമൺവീലുമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായിക ആനി ബസന്റ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ചുവട് പിടിച്ച് ഇംഗ്ലണ്ടിന്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം ആനി ബസന്റ്. ആനി ബസന്റ് പ്രസിദ്ധീകരിച്ച പത്രം ന്യൂ ഇന്ത്യ. ആനി ബസന്റ് പത്രാധിപയായി പ്രവർത്തിച്ചിരുന്ന പത്രം ചോദിച്ചാൽ അത് കോമൺവീലാണ്. പഠിക്കുക. 1889 ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായി. അപ്പൊ ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായ വർഷം 1889 ആണ്. 1893 ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയെ പ്രതിദാനം ചെയ്തു. 1893 ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിലെ ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയെ പ്രതിദാനം ചെയ്തു. 1893 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഭാഗമായി ആനി ബസന്റ് ഇന്ത്യയിലെത്തി. ഇമ്പോർട്ടന്റ് ആണ്. 1893 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ആനി ബസന്റ് എവിടെ എത്തി? നമ്മുടെ ഇന്ത്യയിലെത്തി. അപ്പോൾ ആനി ബസന്റ് ഇന്ത്യയിലെത്തിയ വർഷം ചോദിച്ചാൽ 1893 ആണ്. 1898 ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച നവോത്ഥാന നായിക ആനി ബസന്റ് ആണ്. 1898 ബനാറസിലെ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച നവോത്ഥാന നായിക ആനി ബസന്റ്. 1916 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച നവോത്ഥാന നായിക ആനി ബസന്റ് ആണ്. അവർക്കൊപ്പം പ്രവർത്തിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകായിരുന്നു കേട്ടോ. അതുകൂടെ പഠിച്ചോളണേ. 1916 ആഗസ്റ്റ് 1 ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച നവോത്ഥാന നായിക ആരെന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ്. ഒപ്പം പ്രവർത്തിച്ച വ്യക്തിത്വമാരായിരുന്നു? ബാലഗംഗാധര തിലകായിരുന്നു. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് ആണ് പറഞ്ഞത്. 1889 ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അംഗമായി. 1893 നടന്ന ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയെ പ്രതിദാനം ചെയ്തു. 1893 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഭാഗമായി ആനി ബസന്റ് ഇന്ത്യയിലെത്തുന്നു. അപ്പോ ആനി ബസന്റ് ഇന്ത്യയിലെത്തിയ വർഷം ചോദിച്ചാൽ 1893 ആണ്. 1898 ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച നവോത്ഥാന നായിക ആനി ബസന്റ് ആണ്. 1916 ആഗസ്റ്റ് 1 ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച നവോത്ഥാന നായിക ആനി ബസന്റ് ആണ്. ഇതിനെ ആനി ബസന്റിനൊപ്പം കൈകോർത്ത വ്യക്തിത്വമാരായിരുന്നു? ബാലഗംഗാധര തിലകായിരുന്നു. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്താണെന്നുള്ളത്. എന്താണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന്? തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1875. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1875 ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് ന്യൂയോർക്കിലാണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പോയിന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകരായിരുന്നു മാഡം ബ്ലാവസ്കിയും അതുപോലെ ഹെൻറി ഓക്കോൾട്ടും. പഠിച്ചോളണേ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? മാഡം ബ്ലാവസ്കിയും അതുപോലെ ഹെൻറി ഓക്കോൾട്ടുമാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് അടയാറാണ്. 1888 അടയാറിൽ എന്ത് സ്ഥാപിതമായി? ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായി. ഇത് എവിടെയാ അടയാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്നൈ, അതായത് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഓർക്കുക, ഇമ്പോർട്ടന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി ഇന്ത്യയിലെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് അടയാറാണ്. അടയാറിൽ എന്നാ തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ വന്നത്? 1888 ഈ അടയാർ എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ അല്ലെങ്കിൽ നമുക്ക് പറയാം തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഓർക്കുക, അടയാറിൽ സ്ഥാപിതമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവായിരുന്നു ആനി ബസന്റ്. അടയാറിൽ സ്ഥാപിതമായ
തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആയിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തിത്വം മഞ്ചേരി രാമയ്യൻ. ഇപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി രാമയ്യനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, തിയോസഫിക്കൽ സൊസൈറ്റിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1875. തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് ന്യൂയോർക്കിലാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാഡം ബ്ലാവസ്കിയും ഹെൻറി ഓക്കോൾട്ടുമാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് അടയാറാണ്. 1888 ഇന്ത്യയില് നമ്മുടെ തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകൃതമായത്. അതെവിടെയാ? ചെന്നൈയിലാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. അടയാറിൽ സ്ഥാപിതമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് ആനി ബസന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തിത്വമാരാണ് മഞ്ചേരി രാമയ്യനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫുലെ. ആരാണ്? ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ ജനിച്ച വർഷം 1827. ജ്യോതിറാവു ഫുലെ ജനിച്ച വർഷം 1827. ജ്യോതിറാവു ഫുലെ മരിച്ച വർഷം 1890. ജ്യോതിറാവു ഫുലെ മരിച്ച വർഷം 1890. ജ്യോതിറാവു ഫുലെയുടെ ജന്മസ്ഥലം സത്താറ, അത് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് കേട്ടോ. അപ്പോ ജ്യോതിറാവു ഫുലെയുടെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് സത്താറയാണ്. സത്താറ എവിടെയാണ്? നമ്മുടെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഛത്രപതി ശിവജിയുടെ ജന്മദിനത്തിൽ ശിവജയന്തി യാത്ര സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഛത്രപതി ശിവജിയുടെ ജന്മദിനത്തിലെ ശിവജയന്തി യാത്ര സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ അത് ജ്യോതിറാവു ഫുലെയാണ്. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെയാണ്. ഇമ്പോർട്ടന്റ് ആണ്. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ അത് ജ്യോതിറാവു ഫുലെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജ്യോതിറാവു ഫുലെ ജനിച്ചതെന്ന് 1827 അദ്ദേഹത്തിന്റെ മരണം 1890 ജ്യോതിറാവു ഫുലെയുടെ ജന്മസ്ഥലം ചോദിച്ചാൽ സത്താറയാണ്. സത്താറ ഇപ്പോൾ എവിടെയാണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഛത്രപതി ശിവജിയുടെ ജന്മദിനത്തിൽ ശിവജയന്തി സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെയാണ്. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെയാണ്. പഠിക്കുക. സത്യശോധക് സമാജം ആരംഭിച്ച നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ജ്യോതിറാവു ഫുലെയാണ്. ജാതി, ലിംഗം, വിവേചനങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ജ്യോതിറാവു ഫുലെയാണ്. ജാതി, ലിംഗം, വിവേചനങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെയാണ്. ബ്രാഹ്മണരുടെ ശ്രേഷ്ഠതയുടെ അവകാശവാദങ്ങളെ വിമർശിച്ച നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ബ്രാഹ്മണരുടെ ശ്രേഷ്ഠതയുടെ അവകാശവാദങ്ങളെ വിമർശിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ജ്യോതിറാവു ഫുലെയായിരുന്നു. 1848 ജ്യോതിറാവു ഫുലെയും അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രിഭായും ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കായിട്ടുള്ള സ്കൂൾ പൂനെയിൽ ആരംഭിച്ചു. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 1848 ജ്യോതിറാവു ഫുലെയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സാവിത്രിഭായും ചേർന്ന ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കായിട്ടുള്ള സ്കൂള് പൂനെയിൽ ആരംഭിക്കുകയും ചെയ്തു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സത്യശോധക് സമാജം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചോദിച്ചാൽ അത് ജ്യോതിറാവു ഫുലെയാണ്. ജാതി, ലിംഗ വിവേചനങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെയാണ്. ബ്രാഹ്മണരുടെ ശ്രേഷ്ഠതയുടെ അവകാശങ്ങളെ വിമർശിച്ച നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെയാണ്. 1848 ജ്യോതിറാവു ഫുലെയും അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രിഭായും ചേർന്ന ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കായിട്ടുള്ള സ്കൂൾ പൂനെയിൽ ആരംഭിച്ചു. പഠിക്കുക. 1873 സത്യശോധക് സമാജം ആരംഭിച്ച നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെയാണ്. ഇമ്പോർട്ടന്റ് ആണ്. 1873 സത്യശോധക് സമാജം ആരംഭിച്ച നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ ജ്യോതിറാവു ഫുലെയാണ്. 1888 ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ പദവി ലഭിക്കുകയും ചെയ്തു. 1888 ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ പദവി ലഭിച്ചു. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീറാണ്. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെ വിശേഷിപ്പിച്ചത് ആരാ? ധനഞ്ജയ് കീറാണ്. ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് വിതൽ റാവുവും അതുപോലെ കൃഷ്ണാജി വണ്ടേക്കറുമാണ്. പഠിച്ചോളനെ. ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് വിതൽ റാവുവും അതുപോലെ കൃഷ്ണാജി വണ്ടേക്കറുമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, 1873 സത്യശോധക് സമാജം ആരംഭിച്ച നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെ. 1888 ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ പദവി ലഭിച്ചു. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീറാണ്. ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് വിതൽ റാവുവും അതിനോടൊപ്പം തന്നെ കൃഷ്ണാജി വണ്ടേക്കറുമാണ്. പഠിക്കുക. ജ്യോതിറാവു ഫുലെയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ഗുലാംഗിരി വർഷം 1873,
ഗുലാംഗിരി വർഷം 1873 പുറത്തിറങ്ങിയത്. അതുപോലെ തന്നെ ഇഷാര, രണ്ടാമത്തെ പുസ്തകം ഏതാണ്? ഇഷാര. ഈ രണ്ട് പുസ്തകങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളനെ. ജ്യോതിറാവു ഫുലെയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ്. ഒന്നെന്താണ്? ഗുലാംഗിരി പുറത്തിറങ്ങിയ വർഷം 1873, അതുപോലെ ഇഷാര എന്നുള്ള പുസ്തകവും. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം അടിമത്തം എന്നാണ്. അതും PSC ചോദിച്ചിട്ടുണ്ട്. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടിമത്തം എന്നാണ്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജ്യോതിറാവു ഫുലെ എഴുതിയ പുസ്തകമാണ് ഗുലാംഗിരി. അതുകൊണ്ടാണ് അത്രയും പ്രശസ്തമായത് കേട്ടോ. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജ്യോതിറാവു ഫുലെ എഴുതിയ പുസ്തകം എന്ന് ചോദിച്ചാൽ അത് ഗുലാംഗിരിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജ്യോതിറാവു ഫുലെയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ഗുലാംഗിരി അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയ വർഷം 1873 ആയിരുന്നു. അതിനോടൊപ്പം പഠിക്കേണ്ട പുസ്തകമാണ് ഇഷാര എന്നുള്ളത്. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം അടിമത്തം എന്നാണ്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തെ അടിസ്ഥാനമായിക്കൊണ്ട് ജ്യോതിറാവു ഫുലെ എഴുതിയ പുസ്തകം എന്ന് ചോദിച്ചാൽ അത് ഗുലാംഗിരിയാണ്. പഠിക്കുക. അടുത്തത് നമുക്ക് പഠിക്കേണ്ടതാണ് സത്യശോധക് സമാജം. അതുകൂടെ നമുക്ക് പഠിക്കാം. സത്യശോധക് സമാജം. സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകൻ ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജം സ്ഥാപിതമായത് 1873 പൂനെയിലാണ്. സത്യശോധക് സമാജം സ്ഥാപിതമായത് 1873 പൂനെയിലാണ്. സത്യശോധക് സമാജം കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ച വർഷം 1930. സത്യശോധക് സമാജം കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1930. ജാതി സമത്വം പ്രചരിപ്പിച്ച ജ്യോതിറാവു ഫുലെയുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സത്യശോധക് സമാജം. ജാതി സമത്വം പ്രചരിപ്പിച്ച ജ്യോതിറാവു ഫുലെയുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം അറിയപ്പെടുന്ന പേരാണ് സത്യശോധക് സമാജം. സത്യശോധക് സമാജത്തിന്റെ പ്രധാന ലക്ഷ്യമാണ് സാമൂഹ്യ നീതിയും മനുഷ്യ അവകാശങ്ങളും ഉറപ്പാക്കുക എന്നുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. സത്യശോധക് സമാജത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ സാമൂഹ്യ നീതിയും അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളും ഉറപ്പാക്കുക എന്നതാണ്. സത്യശോധക് സമാജത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമായിരുന്നു ദീനബന്ധു പത്രം. സത്യശോധക് സമാജത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രമായിരുന്നു ദീനബന്ധു പത്രം. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സത്യശോധക് സമാജത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജം സ്ഥാപിതമായത് 1873 പൂനെയിലാണ്. സത്യശോധക് സമാജം കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ച വർഷം 1930. ജാതി സമത്വം പ്രചരിപ്പിച്ച ജ്യോതിറാവു ഫുലെയുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ചോദിച്ചാൽ അത് സത്യശോധക് സമാജമാണ്. സത്യശോധക് സമാജത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ നീതിയും അതുപോലെ തന്നെ മനുഷ്യ അവകാശങ്ങളും ഉറപ്പുവരുത്തുക. സത്യശോധക് സമാജത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രമാണ് ദീനബന്ധു പത്രം. പഠിക്കുക. ഇത്രയുമാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഇന്ത്യൻ നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. ഇതിന്റെ പാർട്ട് 3 ഉടൻ തന്നെ അപ്ലോഡ് ആകുന്നതാണ്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി സുഹൃത്തുക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.